ഇത് റിഗ്രഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഇക്വേഷൻ തരും. ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് പറയും ഇത് y ഓൺ എക്സിൻ്റെ ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഇത് x ഓൺ വൈൻ്റെ ഇക്വേഷനാണ്, നിങ്ങൾ എന്ത് കണ്ടുപിടിക്കൂ എന്ന് പറയും. നിങ്ങൾ by(x) അല്ലെങ്കിൽ bxy കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങളോട് ചോദിക്കും. ആ ഒരു കേസിൽ എങ്ങനെയാണ് by(x) അല്ലെ bxy കണ്ടുപിടിക്കുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, by(x) നമുക്ക് y ഓൺ എക്സ് എന്ന് പറയുന്ന ഇക്വേഷനും അല്ലേ, by(x) ഇടുന്ന കിട്ടുക y ഓൺ എക്സ് എന്ന്, bxy ഇടുന്ന കിട്ടുക x ഓൺ വൈ എന്ന്. അപ്പം y ഓൺ എക്സിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ നമുക്കതിൽ നിന്ന് by(x)ഉം x ഓൺ വൈൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ നമുക്കതിൽ നിന്ന് bxyയും കാണാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. by(x) കിട്ടുക y ഓൺ എക്സ് എന്നും bxy കിട്ടുക x ഓൺ വൈ എന്നും, അതും സംശയമില്ല. അപ്പോൾ ഇത് ഓർമ്മിക്കാം. അടുത്തത്, നമ്മളൊരു ഇക്വേഷൻ കിട്ടിയാൽ ഇതിനെ ഈ ഫോമിലോട്ട് മാറ്റുക. അതായത് ഇതിൽ y എന്ന് പറയുന്ന പാർട്ട് ഉണ്ടല്ലോ, അതിനെ y-നെ മാത്രം ഇവിടെ കൊണ്ടുവരിക. y-നെ മാത്രം, നമ്പർ ഇല്ലാത്ത y മാത്രം ഈ ഭാഗത്താക്കുക. എങ്ങനെയാക്കും എന്നൊക്കെ പറയാം. ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നമ്പർ എക്സ് ഉള്ള പാർട്ട് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ എക്സ് ഇവിടെയല്ലേ, ആ എക്സ് ഉള്ള പാർട്ട് ഇവിടെ കൊണ്ടുവരിക. പ്ലസ് ബി, ഇനി ഇതിലൊരു നമ്പർ ഉണ്ടാവുമല്ലോ, അത് ഇവിടെ ബി. ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ മാറ്റി എഴുതണം. ഈ തന്നിരിക്കുന്ന ഇക്വേഷന് ഈ ഒരു ഫോമിലോട്ട് നിങ്ങൾ മാറ്റി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് y ഓൺ എക്സിൻ്റെ ഇക്വേഷനാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് y ഓൺ എക്സിൻ്റെ ഇക്വേഷൻ. സോ ഈ y ഓൺ എക്സിൻ്റെ ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോമാറ്റിലേക്ക് മാറ്റി എഴുതുക. ഈ ഒരു ഫോമാറ്റിലോട്ട് മാറ്റി എഴുതുമ്പം ഇവിടെ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ഈ പാർട്ടാണ് by(x). ഓക്കെ, ഈ പാർട്ട്. ഇനി അതേപോലെ വെയിറ്റ് ചെയ്തോ, മനസ്സിലായിക്കോളൂ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി അതേപോലെ x ഓൺ വൈൻ്റെ ഇക്വേഷനും നിങ്ങൾ ഇതേ മോഡലിൽ മാറ്റി എഴുതുക. അപ്പോൾ ഇവിടെ y പാർട്ടിന് പകരം ഇവിടെ x പാർട്ട് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ c എന്ന് പറയുന്ന ഒരു നമ്പർ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പർ, ഇവിടെ എയും ഒരു ന്യൂമറിക്കൽ നമ്പർ, ഇതിൽ വരുന്ന ഒരു ന്യൂമറിക്കൽ നമ്പറാണ് ഇത്. അതേപോലെ സിയും. ഇപ്പോൾ മനസ്സിലായിക്കോളും. ഇവിടെ y എന്ന് പറയുന്ന പാർട്ട് ഇവിടെ കൊണ്ടുവരിക, പ്ലസ് ഡി. ഓക്കെ, ഇവിടെ എൻ്റെയും ബീൻ്റെയും പകരം സിയും ഡിയും കൊടുത്തു എന്ന് മാത്രം. ഇവിടെ ഈ സി എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന നമ്പർ ആയിരിക്കും bxy. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. ഞാനിത് ഈ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് by(x) if 2x plus 4y minus 5 is the equation of y on x. സോ ഇത് y ഓൺ എക്സിൻ്റെ ഇക്വേഷനാ പോലും. അങ്ങനെയാണെങ്കിൽ by(x) കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ ഇക്വേഷൻ ഞാനിവിടെ എഴുതട്ടെ. ഓക്കെ, ഏതിൻ്റെ ഇക്വേഷനാ? y ഓൺ എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? by(x). അപ്പോൾ by(x) കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഏത് ഫോമിലോട്ട് മാറ്റി എഴുതണം എന്നാണ് പറഞ്ഞത്? y is equal to ax plus b. അപ്പോൾ ഞാൻ ആദ്യം y എന്നുള്ള പാർട്ടിനെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ ഇക്വേഷൻ എന്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഈസ് ഈക്വൽ ടു 0 ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു 0 തരും, ചിലപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു 0 തരൂല. ഓക്കെ ഓക്കെ, സി. അപ്പോൾ ഞാൻ ഈ y വരുന്ന പാർട്ട് ഇവിടെ എഴുതുവാണ്. അപ്പോൾ 4y ഈസ് ഈക്വൽ ടു ബാക്കി പാർട്ടിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പം ഇവിടെ 2x, ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് 2x ആവും, ഇവിടെ -5 ഉള്ളത് ഇവിടെ +5 ആവും. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി ഇവിടെ നമുക്ക് വെറും y ആ വേണ്ടത്, ഈ 4 പാടില്ല. സോ നമുക്ക് ഈ 4-നെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. സോ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനെയും 4-നെ കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. ഈ പാർട്ടും ഡിവൈഡ് ചെയ്യുക, ഈ പാർട്ടും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് ഡിവൈഡ് ഇറ്റ് ബൈ 4. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 1 ആവും. അപ്പോൾ ഈ ഭാഗത്തുള്ള 4 അങ്ങ് പോകും. -2 ഡിവൈഡഡ് ബൈ 4 0.5 കിട്ടും. -0.5 ചെയ്ത് നോക്കിയാൽ മതി. x പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ 1.25 കിട്ടും. അപ്പോൾ ഇതിന് ഏത് ഫോമിലായി?
വൈ ഈസ് ഈക്വൽ ടു എക്ക് പകരം ഇവിടെ ഒരു നമ്പർ, പിന്നെ ഒരു എക്സ് പ്ലസ് ബിക്ക് പകരം ഒരു നമ്പർ. അപ്പോൾ ഇവിടെ ഈ എൻ്റെ പാർട്ടിൽ വരുന്ന ഈ നമ്പറാണ് നമ്മുടെ എന്ത് ബി വൈ എക്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതുക ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു -0.5. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ സെയിം തന്നെ എന്തിടുവാണെങ്കിൽ എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷനാണ് തന്നെങ്കിൽ അവിടെ ഈ ഒരു ഇക്വേഷൻ ഇടണം. സെയിം മോഡലിൽ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അടുത്ത് നിങ്ങളെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ബി എക്സ് വൈ ഇഫ് ഇത് തന്നെ തന്നിട്ടുണ്ട്. എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷനാണ് പോലും ഇവിടെ തന്നത്. ദാറ്റ് ഈസ് 3x + 2y + 4 = 0 നിങ്ങൾക്ക് തന്നതിന് ഇത് എക്സ് ഓൺ വൈൻ്റെ. ഓക്കെ, അപ്പോൾ 3x + 2y = 0 എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷനാണ്. ബി എക്സ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അവിടെ ആദ്യം ഈ ഇക്വേഷൻ ഏത് ഫോമിൽ എഴുതേണ്ട? എക്സ് ഈസ് ഈക്വൽ ടു 3y + d. അപ്പോൾ എക്സിന് ഇപ്പുറം കൊണ്ടുവരണം. അപ്പോൾ 3x ഇവിടെ വെക്കുക, ബാക്കിയെല്ലാം ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ -2y - 4, 3നെ ഒഴിവാക്കാൻ /3. സോ എക്സ് ഈസ് ഈക്വൽ ടു -2നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.67y കിട്ടും. -4 / 3 ചെയ്താൽ 1.33 കിട്ടും. സോ വാട്ട് ഈസ് ബി എക്സ് വൈ? വൈൻ്റെ അടുത്ത് വരുന്ന നമ്പർ, ദാറ്റ് ഈസ് -0.67. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മോഡൽ, സെക്കൻഡ് മോഡൽ എന്താണെന്ന് വെച്ചാൽ മീൻ കണ്ടുപിടിക്കുക. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. മീൻ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, എക്സിൻ്റെയും വൈൻ്റെയും മീൻ കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയും. ബട്ട് നമുക്ക് തരിക 2 റിഗ്രഷൻ ഇക്വേഷൻ ആയിരിക്കും. സോ അതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെയും അങ്ങനെ തന്നെ എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷനും തരും, വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷനും തരും. എന്നിട്ട് നിങ്ങളോട് പറയും എക്സ് സീരീസിൻ്റെ മീൻ കണ്ടുപിടിക്കുക, അതേപോലെ വൈൻ്റെയും മീൻ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, സോ മീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. സോ അതൊന്നും അല്ല ഇവിടെ, അതൊന്നും അപ്ലൈ ചെയ്യാൻ അതിനുള്ള സീരീസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്ന പറയുന്നത്. ഇവിടെ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ 2y - x - 50 = 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ 3y - 2x - 10 = 0 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈസ് find the mean of the variable x and y given the following y on x and x on y. സോ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഓഫ് ദ വാരിയബിൾ എക്സ് ആൻഡ് വൈ കിട്ടും. നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ. സോ ആദ്യം നമ്മൾ ഇക്വേഷനെ ഈ ഒരു ഫോമിൽ എഴുതുക. അതായത് എക്സും വൈയും ഇപ്പുറം വരുന്ന നമ്പർ അപ്പുറം വരുന്ന ഫോമിൽ എഴുതുക. സോ ഞാൻ ആദ്യം ഈ ഇക്വേഷൻ എഴുതുവാണ്. 2y - x = 50. ഓക്കെ, ഞാൻ അടുത്ത ഇക്വേഷന് ഇതേ മോഡലിൽ എഴുതാണ്. ഇത് ഇക്വേഷൻ നമ്പർ 1. സോ ഈ ഇക്വേഷന് ഞാൻ ഇതേ മോഡലിൽ എഴുതുവാണ്. അതായത് നമ്പറിന് അപ്പുറം കൊണ്ടുപോവാണ്. 3y - 2x = 10 ഇപ്പുറം പോകുമ്പോൾ -10 ഇപ്പുറം പോകുമ്പോൾ 10 ആവും. സോ ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, വൈ ഒരേപോലെ വരണം, എക്സ് ഒരേപോലെ വരണേ. അതും അങ്ങനെ തന്നെ മാറ്റി എഴുതണം. അഥവാ ഇത് ആ ഓർഡറിലല്ല ഉള്ളതെങ്കിൽ എക്സും വൈ ഇങ്ങനെ, വൈ ഇവിടെയും എക്സ്, അതായത് ഇതേപോലെ നേരെ വരുന്ന വിധം എഴുതണം. ഇനി എനിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിനെ ഒഴിവാക്കണം. ഒന്നിക്ക വൈനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ എക്സിനെ ഒഴിവാക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇക്വേഷൻ സോൾവ് ചെയ്തതാണ്. സോ ഇവിടെ 2 ഉണ്ട്, എക്സിൻ്റെ കൂടെ ഇവിടെ 2 ഉണ്ട്, ഇവിടെ എക്സിൻ്റെ കൂടെ ആരുമില്ല. അപ്പോൾ ഇവിടെ എന്തിനാക്കണം? 2നെ ഇവിടെ ആക്കണം. 2നെ ഇവിടെ ആക്കണമെങ്കിൽ ഇതിനെല്ലാത്തിനെയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇക്വേഷൻ 1നെ മൾട്ടിപ്ലൈ ചെയ്യുക 2നെ കൊണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ 2 ഉള്ളത്, ഇവിടെയും 2 ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ 3നെയും 2നെയും മാറ്റാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടിനെയും നമ്മൾ ഒരേപോലെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ഏറ്റവും എളുപ്പം ഇങ്ങനെ തരുന്നതാണ്. സോ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചെന്നതാണ്. സോ 2y അല്ല, 2 × 2 4, 4y - x × 2 - 2x = 50 × 2 100. സോ ഇതിനെല്ലാത്തിനെയും 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മറ്റേ ഇക്വേഷനെ ഞാൻ അതേപടി താഴെ എഴുതുന്നു. ഓക്കെ, ഇനി ഇത് രണ്ടും മൈനസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ,
-2 മൈനസ് -2, അപ്പോൾ ഇതും പ്ലസ് ആവും, ഈ ഭാഗം 0 ആവും. അപ്പോൾ ഇവിടെയും മൈനസ് ഇവിടെയും മൈനസ്, അപ്പോൾ -2 മൈനസ് -2 ആണ് 0 എന്ന് പറയുന്ന ആൻസർ. സോ ഇവിടെ മൈനസ് ചെയ്യണം. ഇത് ഇക്വേഷൻ നമ്പർ 4, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3ന്ന് ഇക്വേഷൻ നമ്പർ 2 മൈനസ് ചെയ്യുക. 4ന്ന് 3 മൈനസ് ചെയ്താൽ y കിട്ടും. 1y ആണ്. സോ 1 എന്ന് എഴുതണമെന്നില്ല, y എന്ന് എഴുതാം. ഈ പാർട്ട് 0 ആയി. 100ന്ന് 10 മൈനസ് ചെയ്താൽ 90 കിട്ടി. സോ y ഈസ് ഈക്വൽ ടു 90 എന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അടുത്തത് y 90 ആണെങ്കിൽ x എത്ര? അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങോട്ട് എടുക്കുവാണ്. സോ ഈ ഇക്വേഷൻ ഇസ് 2y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ വൈൻ്റെ വാല്യൂ എത്രയാണ്? 90. സോ 2 ഇൻറ്റു 90 minus x is equal to 50. So 180 minus x is equal to 50. Minus x is equal to 50 minus 180. So minus x is equal to minus 130. So x is equal to 130. അപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. ഇട്ടു 180 കിട്ടി. ഓക്കെ, ഈ 180നെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുപോയി. ഇത് പോസിറ്റീവാണ്, സോ നെഗറ്റീവായി. സോ 50 മൈനസ് 180 നെഗറ്റീവ് 130 വരിക. സോ ഇവിടെയും നെഗറ്റീവ്, രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്തു. സോ എക്സ് ഈസ് ഈക്വൽ ടു 130. ഓക്കെ, ഇനി എക്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എക്സ് ഈസ് ഈക്വൽ ടു 130 കിട്ടുകയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -30. ഇവിടുന്ന് ഇത് കട്ടാം, ഇപ്പുറം. ഓക്കെ, അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. സോ വൈ എക്സ് 130. അപ്പം ഇതാണ് എക്സിൻ്റെ മീൻ. ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് മീൻ ഓഫ് എക്സ് സീരീസ്. അതേപോലെ വൈൻ്റെ വാല്യൂ കിട്ടുന്നതാണ് വൈ സീരീസിൻ്റെ വൈ ബാർ അല്ലെങ്കിൽ മീൻ. സോ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ മോഡൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 ഇക്വേഷൻസ് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിലേതാണ് എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ, ഇതിലേതാണ് വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ. ഇക്വേഷൻ കണ്ടാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒരു ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ തരും. നിങ്ങളോട് ചോദിക്കുന്നത് ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഇത് BYX ആണോ, ഇത് PXY ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. സോ എങ്ങനെ ചെയ്യുമെന്നാണ് ഇനി പറയുന്നത്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് BXYയും BYXും കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇക്വേഷൻ എടുക്കുക, ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്യും എക്സ് ഓൺ വൈൻ്റെ ആണ്. എനിവേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം, BXYയും BYX. അപ്പം ആദ്യം പഠിച്ച ആ BYX ഉണ്ടല്ലോ, ഏത് നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച ഈ സംഭവം, ഇത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, എന്നിട്ടത് കിട്ടിയതിന് ശേഷം ഞാൻ ചെയ്തുകൊണ്ട് പറയാം, അതായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഔട്ട് ഓഫ് ദ 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ ഗിവൺ. ഈ ഇക്വേഷനും തന്നെ ഇക്വേഷൻ നിങ്ങളോട് ചോദിക്കുന്നത് ഇതിലേതാണ് എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഇക്വേഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, സോ നമുക്ക് അറിഞ്ഞൂടാ ഇതിലേതാന്നൊന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിച്ച് ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ച് എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ഇക്വേഷൻ 1 ഈസ് എക്സ് ഓൺ വൈ എന്നും ഇക്വേഷൻ 2 വൈ ഓൺ എക്സ് ആണും നമ്മൾ അസ്യൂം ചെയ്യുവാണ്, അസംഷൻ ആണ്. ഇനി എക്സ് ഓൺ വൈൻ്റെ ഇക്വേഷൻ നമ്മൾ അസ്യൂം ചെയ്തത് ഇതാണ്, എക്സ് മൈനസ് 2y ഈസ്, ഇതിൽ നിന്ന് BXY ആണോ BYX ആണോ കിട്ടുക? ഇതിൽ നിന്ന് BXY കിട്ടും. ഏത് ഫോമാറ്റിലോട്ട് ഇതിനെ മാറ്റി എഴുതണം? എക്സ് ഈസ് ഈക്വൽ ടു CY പ്ലസ് D എന്ന് പറയുന്ന ഫോമിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ എക്സിന് ഇവിടെ തന്നെ വെക്കണം, ബാക്കി പാർട്ട്. അപ്പം -2y ഇപ്പുറം പോകുമ്പോൾ +2y, -5 ഇപ്പുറം പോകുമ്പോൾ +5 ആവും. ഇതിനെ ഇനി ഡിവൈഡ് ചെയ്യണോ? ഇവിടെ എക്സ് തന്നെയുള്ളത്. സോ ഇനി ഇതിന് ഡിവിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിൽ വരുന്നതാണ് BXY. ദാറ്റ് ഈസ് BXY നമുക്ക് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ ഇക്വേഷനിൽ പ്ലസ്. അപ്പോൾ ഇത് പ്ലസ്, അപ്പോൾ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും കേട്ടോ. സോ ഇവിടെ BXY നമുക്ക് -2 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ തെറ്റിയതാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. അതായത് എക്സ് ഓൺ വൈ ആണ് നമ്മൾ അസ്യൂം ചെയ്ത ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? BYX. അപ്പോൾ ഇതിന് എന്ത് ഫോമിലോട്ട് എഴുതണം? y is equal to AX plus B എന്നുള്ള ഫോമിലോട്ട് എഴുതണം. അപ്പോൾ y പാർട്ടിന് ഇപ്പുറം കൊണ്ടുവരണം, എക്സ് പാർട്ട് ഇപ്പുറത്തേക്ക് പോകും.
എടാ ക്വസ്റ്റ്യൻ എഴുതി തെറ്റുന്നല്ലടാ. ഇവിടെ -8 ഉണ്ട് കേട്ടോ. -8 ഉണ്ട്, ഇവിടുത്തെ തെറ്റിയതാണ്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 2x + 3y - 8 = 0. സോ ദിസ് ഇസ് -8 = 0. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് ഇവിടെ വരുമ്പോൾ ഇവിടെ -8 ഇപ്പുറത്ത് പോകുമ്പോൾ +8 ആവും. സോ ഇതാണ് ഇക്വേഷൻ. ഇവിടെ 3 ഉണ്ട്. സോ എല്ലാത്തിനെയും 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ y = -2. നിങ്ങൾക്ക് ഒന്നിക്കൽ -2 / 3 ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തത്. സോ ഇവിടെ -0.6667 എഴുതുവാണേ. ഇതാ കിട്ടുക 2 / 3. സോ ഞാൻ അതിനെ 6-7 ആക്കിയെന്നേ ഉള്ളൂ. +8 / 3. സോ 8നെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.67 കിട്ടും. ഓക്കെ. സോ ഈ എക്സിനോട് ചേർന്നിട്ടുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? BXY എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് -0.67 കിട്ടും. ഓക്കെ. സോ ഇവിടെ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് BYX ആണ്. BYX ഇതും കിട്ടും, BXY ഇതും കിട്ടും. ഇനി ഇതെങ്ങനെയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് നോക്കുക. അതായത് BXY കിട്ടിയ നമ്പറും BYX കിട്ടിയ നമ്പറും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അതായത് ഇത് BXY എത്ര കിട്ടിയ? -2ഉം BYX എത്ര കിട്ടിയ? -0.67. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യട്ടെ. 2 × 0.67. അപ്പോൾ നമുക്ക് കിട്ടും 1.34. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. സോ ഇത് കിട്ടും. ഈ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ? ഈ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസംഷൻ റോങ് ആണ്. അവർ അസംഷൻ ഇസ് റോങ്. നമ്മളെന്താ അസ്യൂം ചെയ്തത്? സോ നമ്മുടെ അസംഷൻ റോങ് ആണ്. അത് മീൻസ് നമ്മളെന്താ അസ്യൂം ചെയ്ത? ഇക്വേഷൻ 1 x/y ആണെന്നും ഇക്വേഷൻ 2 y/x എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഗ്രേറ്റർ ദാൻ 1 കിട്ടിയത് കൊണ്ട്. ഇവിടെ ലെസ് ദാൻ 1 കിട്ടിയതെങ്കിൽ നമ്മുടെ അസംഷൻ റൈറ്റ് ആകുമായിരുന്നു. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള വാല്യൂ കിട്ടിയത് കൊണ്ട് നമ്മുടെ അസംഷൻ റോങ് ആണ്. സോ റോങ് ആയതുകൊണ്ട് എന്ത് പറയാം നമുക്ക്? ഇക്വേഷൻ 1 x/y അല്ല, ഇക്വേഷൻ 1 y/x ആണ്, ഇക്വേഷൻ 2 ആണ് x/y. സോ ഇവിടെ ലെസ് ദാൻ 1 ഉള്ള ഒരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അസംഷൻ റൈറ്റ് ആണ്. നിങ്ങൾ ഇവിടെ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റാണ്. ബട്ട് ഇവിടെ ഗ്രേറ്റർ ദാൻ 1 കിട്ടിയതുകൊണ്ട് ഈ അസംഷൻ റോങ് ആണ്. ഇത് നേരെ തിരിച്ചിട്ടാണ് വേണ്ടത്. അതായത് ഇക്വേഷൻ 1 y/x ഉം ഇക്വേഷൻ 2 x/y. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ 4th കാറ്റഗറി ആണ്. 4th കാറ്റഗറി എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് BXYയും BYXും തരും. അതിൽ നിന്ന് നിങ്ങളോട് കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. സോ നിങ്ങൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് √BYX × BXY ചെയ്താൽ നിങ്ങൾക്ക് കോറിലേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 6 ഇഫ് BYX -0.2ഉം BXY -0.7. ഓക്കെ. സോ നമ്മൾ ഈ ഇക്വേഷൻ ഇടുന്നു. ഈ ഇക്വേഷനിലോട്ട് ഈ ഒരു സംഭവം എല്ലാം നേരിട്ട് തന്നിനല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതാണ് ആൻസർ കിട്ടുക. ഓക്കെ. ഇത് രണ്ടും നെഗറ്റീവാണ്, ഇത് രണ്ടും നെഗറ്റീവാണ്. ഇവിടെ നിന്ന് കിട്ടി ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും നെഗറ്റീവാണ് തന്നിരിക്കുന്നത്. സോ ഇത് ചെയ്താൽ എനിക്ക് ഇതാണ് ആൻസർ കിട്ടുക. ബട്ട് എപ്പോഴും കോറിലേഷൻ്റെ സൈൻ ഇങ്ങനെ ഒരു മോഡലിൽ ചെയ്യുമ്പം ഇവിടെ നിങ്ങൾ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്തായിക്കോട്ടെ, ഇത് കിട്ടുക പോസിറ്റീവില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 0.37 എന്നാണ്. ചെയ്ത് നോക്കിയാൽ മതി. ബട്ട് ഇത് രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഇതിന് പോസിറ്റീവ് സൈനും കൊടുക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി അയ്യോ അപ്പോൾ ടീച്ചർ BYX നെഗറ്റീവും BXY പോസിറ്റീവും ആണെങ്കിലോ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിലോ ഒരിക്കലും രണ്ടും ഓപ്പോസിറ്റ് സൈന് കിട്ടൂല. ഓക്കെ സി when R is positive both BYX and BXY are positive. സോ R പോസിറ്റീവ് ആണെങ്കിൽ ഇത്, അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ Rനും എന്ത് സൈൻ ആയിരിക്കും? പോസിറ്റീവ്.
ഇഫ് ആർ ഇസ് നെഗറ്റീവ്, ആർ നെഗറ്റീവ് ആണെങ്കിൽ ബി വൈ എക്സും ബി എക്സ് വൈ എന്താ നെഗറ്റീവ്. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ആറും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഒരിക്കലും ബി വൈ എക്സ് ബി എക്സ് വൈ വിൽ നോട്ട് ബി ഓപ്പോസിറ്റ് സൈൻ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്തത് വേറൊരു ഇക്വേഷൻ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോളെ. ഇവിടെ തന്നിരിക്കുന്നത് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 0.83, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 10, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 12, ഫൈൻഡ് ആർ. ഇവിടെയും കോറിലേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇത് രണ്ടെണ്ണ തന്നിരിക്കുന്നത്. നമുക്ക് ബി എക്സ് വൈയും ബി വൈ എക്സും തന്നാൽ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇനി ഇങ്ങനെ തരുവാണെങ്കിൽ ഇക്വേഷൻ ഈസ്, ശ്രദ്ധിച്ചോ, ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഇവിടെ എക്സ് അല്ല വൈ അല്ലേ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഇനി ഇവിടെ ബി എക്സ് വൈ ആണെങ്കിൽ ഈക്വേഷൻ എങ്ങനെ വരും? കോറിലേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ എക്സ് അല്ലേ, എക്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ബി വൈ എക്സ് ആണ്. സോ ഇവിടെ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി വൈ എക്സ് തന്നതിന് 0.83 ഇസ് ഈക്വൽ ടു ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 12 ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 10. ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.83 ഇസ് ഈക്വൽ ടു ആർ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ 1.2 കിട്ടും, ആർ ഇൻറ്റു 1.2. അപ്പോൾ 0.83 ഇവിടെ ഇൻറ്റു ആണ്, ഇത് ഇങ്ങോട്ട് വരുമ്പം ഡിവൈഡഡ് ബൈ ആവും, ഈസ് ഈക്വൽ ടു ആർ കിട്ടും. അപ്പോൾ ആർ ഇസ് ഈക്വൽ ടു 0.7. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ. ഓക്കെ, സോ ഇക്വേഷൻ ഇതും പഠിക്കണം, ഇക്വേഷൻ ഇതും പഠിക്കണം. അപ്പോൾ ഈ കോറിലേഷൻ കാണേണ്ട ഇക്വേഷൻ ഒന്ന് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത് രണ്ടും തരുവാണെങ്കിൽ, ഇനി ഇതിൽ ഇതും തരും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും തരുവാണെങ്കിൽ യു യൂസ് ദിസ് വൺ. ബി വൈ എക്സ് ആ തന്നിട്ടുണ്ട്, ഇത് ബി എക്സ് വൈ ആണ്. ഈ പൊസിഷനിൽ ബി എക്സ് വൈ ആ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ ഈസിയാണ്. ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു ആർ, ഇവിടെ വൈ ആണ്, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഇവിടെ ബി എക്സ് വൈ ആണെങ്കിൽ ഇവിടെ എക്സ് ആണ്. സോ ഇത് ബി എക്സ് വൈയും ബി വൈ എക്സും കാണേണ്ട ഇക്വേഷൻസ് ആണ്. ഇനി ഇതാ കാണാൻ ചോദിച്ചാൽ, ഇതൊക്കെ തന്നിട്ട് ഇതാ കാണാൻ ചോദിച്ചെങ്കിൽ നിങ്ങൾ ഇത് കണ്ട് പിടിച്ച് കൊടുക്കണം. ഓക്കെ, ഇൻ ദ സ്റ്റഡി ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ ഫോളോയിങ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണോ? റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ബി, ഇത് വൈ ഓൺ എക്സ് അല്ലേ, ബി എക്സ് വൈക്ക് പറയുന്ന പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. ബി വൈ എക്സ് ആണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ ബി എക്സ് വൈ എന്താ? റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ. സോ ഇതിൻ്റെ പേരാണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്, ബി വൈ എക്സും ബി എക്സ് വൈ. ഓക്കെ, സോ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സിൻ്റെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്താ? ബി വൈ എക്സ് അല്ലേ, അതിൽ നിന്ന് എന്താ കിട്ടുക? ബി വൈ എക്സ്. സോ ബി വൈ എക്സ് 0.25 ആണ്. ആറ് തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ചെയ്ത് നോക്കാം. ഇവിടെ ബി വൈ എക്സ് തന്നിട്ടുണ്ട്. ബി വൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷൻ, ആർ വൈ ഡിവൈഡഡ് ബൈ ഡീവിയേഷൻ ഓഫ് എക്സ്. സോ ബി വൈ എക്സ് ഇവിടെ തന്നിട്ടുണ്ട് 0.25, ആറ് തന്നിട്ടുണ്ട് 0.42, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ട് 4, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. സോൾവിങ് മാത്രമേ അറിയണ്ടൂ. ഇവിടെ 0.25 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ ഇൻറ്റു ദിസ് വൺ. അപ്പോൾ ഇത് രണ്ടും ഈ ഭാഗത്ത് ഇത് രണ്ടും ഇൻറ്റു ആയി, 0.42 ഇൻറ്റു 4. ഓക്കെ, സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.25 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും സോൾവ് ചെയ്താൽ 1.68 കിട്ടും. ഇൻറ്റു ചെയ്താൽ ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഇവിടെ നിൽക്കുക, ഇത് ഇൻറ്റു ആണ്. സോ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ദാറ്റ് ഈസ് 6.72. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. ഓക്കെ അല്ലേ? സോ ഇക്വേഷൻ സെയിം ഇക്വേഷൻ, ബട്ട് മിസ്സിങ് ഏതാ? ഇത്. അടുത്തത് ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്, ഇത് ഞാൻ ചെയ്യുന്നില്ല.
സോ ഇതിൽ മീൻ കണ്ടുപിടിക്കാൻ ഈസിയാണ്. 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്താൽ y എക്സിൻ്റെ. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടത് ഇത്. ബട്ട് ഇവിടെ BY(x)ഉം BX(y)യും തന്നിട്ടില്ല. നമുക്ക് 2 ഇക്വേഷൻസേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് y(x) ഏതാ x(y) ഏതാന്ന് അറിഞ്ഞാൽ നമുക്ക് BY(x) ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ. നമ്മൾ ഓൾറെഡി ഇവിടെ പഠിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന്. ഈ ഒരു ഫോമിലോട്ടൊക്കെ ആക്കി എഴുതണമെന്ന്. ബട്ട് നമുക്കിതിൽ y(x) ഏതാ x(y) ഏതാന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, y(x) ഏതാണെന്നും x(y) ഏതാണെന്നും കണ്ടുപിടിക്കണം. അതായത് നമ്മൾ 2 റിഗ്രഷൻ ഇക്വേഷൻ തന്നിട്ട് >1 ആണോ എന്ന് ചെക്ക് ചെയ്ത് ഓർമ്മയില്ല, അത് ചെയ്യണം ആദ്യം. ഈ ഒരു മോഡൽ ഇത് ചെയ്യണം ആദ്യം, എന്നിട്ട് കണ്ടുപിടിക്കണം ഏത് ഇതിൽ y(x) ഏതാ x(y) ഏതാണ് ഇതിൽ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം BY(x) കാണുക, BX(y) കാണുക, എന്നിട്ട് അതിൻ്റെ കോറിലേഷൻ കാണണം ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. സോ കുറച്ച് പണിയുണ്ട്, സോ ഞാൻ ചെയ്യുന്നില്ല. അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആ ചോദിച്ചിരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ഇതിൽ 2 ഇക്വേഷനിൽ ഏതിൽ നിന്ന് വേണ്ടിക്കലും കിട്ടും. സോ ഇതാണ് മിസ്സിങ്. അപ്പോൾ കോറിലേഷൻ നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇതും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ഇതും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. പിന്നെ വേണ്ടത് ഈ ഒരു പാർട്ടാണ്. ഈ ഒരു പാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് വാരിയൻസ് ആണ്, വാരിയൻസ്. സോ വാരിയൻസ് തന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ √9 എഴുതാറുണ്ട്. റൂട്ട് ഇട്ടാൽ മതി കേട്ടോ, റൂട്ട് ഇട്ടാൽ മതി. ദാറ്റ് ഈസ് 3 വരും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 3 ആണ്. വാരിയൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ റൂട്ട് ഓഫ് വാരിയൻസ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്ന് വാരിയൻസ് ചോദിച്ചാൽ ഇതിനെ സ്ക്വയർ ചെയ്താൽ മതി കേട്ടോ. അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ നിങ്ങൾ പഠിച്ചു തന്നു. സോ വാരിയൻസ് തന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി കേട്ടോ. സോ അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ആണ്. കമൻറ്റ് ദ ഫോളോയിങ് റിസൾട്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഓഫ്, അപ്പോൾ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y(x), അതായത് BY(x) 4.2 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് x(y) അത് എത്രയാണ് BXY അല്ലേ, അത് 0.50 ആണ്. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, r² കണ്ടുപിടിക്കാം. r കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. r എങ്ങനെ കണ്ടുപിടിക്കുക, ഇത് രണ്ടും തന്നാൽ BY(x) × BXY റൂട്ട്, ഇതല്ല നമ്മളെ ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് r² കണ്ടുപിടിക്കുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോകുന്നേ ഉള്ളൂ, റൂട്ടിനെ ഒഴിവാക്കിയേ ഉള്ളൂ. സോ BY(x) × BXY കിട്ടും r². ഇത് ചെയ്യുക, ഇത് രണ്ടും ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് r² കിട്ടും. r² കിട്ടുക 2.10 ആണ്. ഓക്കെ, ബട്ട് r² ഒരിക്കലും >1 ആവില്ല. ഹെൻസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് എന്ന് എഴുതാം. ഓക്കെ, r² ഒരിക്കലും 1ൽ കൂടുതലാവില്ല എന്നുള്ള ഒരു ഇതുണ്ട് അവിടെ. നമ്മളത് കോറിലേഷനിൽ കവർ ചെയ്യാത്തതുകൊണ്ട് ആ പാർട്ട്. അടുത്തത് അതവിടെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ പറയാഞ്ഞത് കേട്ടോ. സോ r² cannot be 1. അടുത്തത് BXYയും തന്നിന് BY(x)ഉം തന്നിന്. ഇത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് രണ്ടും ഒരിക്കലും എന്താവില്ല, ഓപ്പോസിറ്റ് സൈൻസ് ആവില്ല. ഒന്നിക്ക് ഇത് നെഗറ്റീവ്, ഇതും നെഗറ്റീവ്, അല്ലെങ്കിൽ ഇത് പോസിറ്റീവ്, അല്ലെങ്കിൽ ഇതും പോസിറ്റീവ്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സോ ഇത്രയും ഭാഗവും കൂടെ പഠിക്കണം. ഈ ഒരു കണക്ക് ഞാൻ ചെയ്യാഞ്ഞത് വലിയ പ്രോബ്ലം ആയതുകൊണ്ടാണ്. സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്തൊക്കെ ചെയ്യാം.